പ്രിൻസിപ്പൽ കാലഘട്ടത്തിലെ അനുഭവങ്ങൾ അടങ്ങുന്ന വീഡിയോസാണ് ഈ ചാനലിലൂടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എൻ്റെ ജീവിതാനുഭവങ്ങൾ, അത് പ്രിൻസിപ്പളായിട്ട്, ടീച്ചറായിട്ട്, വിദ്യാർത്ഥിയായിട്ട്, അങ്ങനെ വിവിധ മേഖലകളിൽ, ഒരു സ്ത്രീയായിട്ട്, ഒരു പെൺകുട്ടിയായിട്ട്, ഒരു ഉദ്യോഗസ്ഥയായിട്ട്, PSC അപ്പോയിൻമെന്റ് കിട്ടിയ ഒരു ജീവനക്കാരിയായിട്ട് ഒക്കെയുള്ള എൻ്റെ അനുഭവങ്ങളാണ് ഈ ചാനലിലൂടെ ഞാൻ പറയുന്നത്. അതിൽ ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിൻസിപ്പൽ ജീവിതത്തിനിടയ്ക്ക് ഞാൻ ഒരു ഇൻസിഡന്റ് കൈകാര്യം ചെയ്ത രീതി, അതാണ് ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ രീതി ശരിയോ തെറ്റോ, അങ്ങനെ ആയിരുന്നോ അത് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്, അങ്ങനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും, അത് ആലോചിക്കാനും അതിനെപ്പറ്റി നിർദ്ദേശങ്ങളും അഭിപ്രായം പറയാനും എൻ്റെ ശ്രോതാക്കൾക്ക് വിട്ടുകൊടുക്കുന്നു. ഇനി ആ ഇൻസിഡന്റ് എന്താണെന്നല്ലേ. ഞാൻ പ്രശസ്തമായ ഒരു കലാലയത്തിൽ പ്രിൻസിപ്പൽ സ്ഥാനത്തിരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും പ്രിൻസിപ്പൽ ചേംബറിൽ ഒതുങ്ങുന്ന ഒരു പ്രിൻസിപ്പൾ ആയിരുന്നില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എൻ്റെ അത്യാവശ്യ ജോലികളൊക്കെ തീർത്തിട്ട് എമർജൻസി ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് ഞാൻ ക്യാമ്പസ് മൊത്തം ചുറ്റി നടക്കും. ഇടയ്ക്കിടയ്ക്ക് അറ്റൻഡർ അല്ലെങ്കിൽ OA വന്ന് വിവരങ്ങൾ പറയും, അല്ലെങ്കിൽ അവരുടെ രജിസ്റ്ററോ എമർജൻസി ഉള്ളതിൻ്റെ അടുത്ത് കൊണ്ടുവരും. ഞാൻ എവിടെങ്കിലും ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലോ എവിടെയെങ്കിലും ഇരുന്ന് എന്താണെന്ന് മനസ്സിലാക്കും, അതിന് നിർദ്ദേശങ്ങൾ കൊടുക്കും. കാര്യങ്ങളൊക്കെ ഞാൻ ഫോണിൽ കൂടെ മാനേജ് ചെയ്യും. എന്നിട്ട് ഞാൻ ക്യാമ്പസിന്റെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുമായിരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു കോളേജിൽ ഒരു പ്രിൻസിപ്പാള് അയ്യോ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത്. അത് എനിക്ക് ഭയങ്കര മോശമാണ്. ഒരു പ്രിൻസിപ്പാൾ ഒരിക്കലും ക്യാമ്പസ് നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയരുത്. അതുപോലെ നമ്മളെ വീട്ടിലെ അതുപോലല്ലേ, വീട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ആള് അയ്യോ ഞാൻ അറിഞ്ഞില്ല എന്ന് കൈ കഴിയാൽ ശരിയായോ? അവിടെ നമ്മുടെ ഉത്തരവാദിത്വവും കടമയും നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ മൊത്തം കാര്യങ്ങളും ക്യാമ്പസിന്റെ A to Z നടന്നു നോക്കുമായിരുന്നു. അക്കൂട്ടത്തിൽ ഒരു ദിവസം എക്സാം ഉള്ള ഒരു ദിവസം, അപ്പൊ എക്സാമിന്റെ ഒക്കെ കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര ശ്രദ്ധയാണ് കേട്ടോ, ഭയങ്കര വിജിലന്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നതായാലും, എൻ്റെ ചേംബറിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ആയാലും കൊണ്ടുപോകുന്ന കാര്യമാണെങ്കിലും എല്ലാം എനിക്കൊരു സീക്രട്ട് കണ്ണ് ഞാൻ എപ്പോഴും തുറന്നു വെച്ച് അത് അതിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പിന്റെ സുതാര്യത ഞാൻ എപ്പോഴും വാച്ച് ചെയ്യുമായിരുന്നു. ആ സുതാര്യതയുടെ അല്ലെങ്കിൽ അതിൻ്റെ നേരാമണ്ണമുള്ള നടത്തിപ്പിന്റെ ഭാഗമായിട്ട് പരീക്ഷാ ഹാളുകൾ ഞാൻ വിസിറ്റ് ചെയ്യാൻ പോയി. അപ്പോ പുറത്തിരുന്ന് പറഞ്ഞു കൊടുക്കുന്ന പിള്ളേരുണ്ട്, അന്യം കാണിച്ചു കൊടുക്കുന്നവരുണ്ട്, കണ്ടെഴുതുന്നവരുണ്ട്, OP ചെയ്യുന്നവരുണ്ട്, എഴുതാതിരിക്കുന്നവരുണ്ട്, ഇങ്ങനെ പലതരത്തില് കുട്ടികളുണ്ട്. അങ്ങനെ അപ്പൊ ഇത് ചിതറി കിടക്കുന്ന ബിൽഡിങ്സ് ആണ്, പലയിടത്തും പോകണം. അപ്പൊ ഞാനിങ്ങനെ നടന്ന് പതുക്കെ ഓരോ റൂം ഒരു ദിവസം ഒരിടത്ത് പോകും. അങ്ങനെ ഒരു സ്ഥലത്ത് നടന്നെത്തിയപ്പോ ആ ക്ലാസ്സിലെ ആകെ കണ്ടെഴുത്താണ്, പിള്ളേര് കോപ്പി അടിക്കുന്നു. എന്നെ കണ്ടതും സഡൻ സൈലൻസ്, എല്ലാരും സ്തബ്ധരായിട്ട് അങ്ങിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇൻവിജിലേറ്റർ ഉറങ്ങുകയാണ്. ഇൻവിജിലേറ്റർ ഒന്ന് മയങ്ങിപ്പോയി. ഈ തക്കത്തിനാണ് കുട്ടികൾ പരസ്പരം അവര് കണ്ടെഴുതുന്നു, കേട്ടെഴുതുന്നു, ചോദിച്ചെഴുതുന്നു. അവർക്ക് കിട്ടിയ തക്ക അവർ ഉപയോഗപ്പെടുത്തി. ഇപ്പം ഈ ഇൻവിജിലേറ്റർ ഉറങ്ങുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ അദ്ദേഹം മയങ്ങിപ്പോയത് കണ്ടാൽ ഒരു പ്രിൻസിപ്പാൾ എന്ത് ചെയ്യും? സാധാരണ നിങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ചിലര് ഷൗട്ട് ചെയ്യുകയോ വിളിച്ചിളക്കുകയോ വഴക്ക് പറയുകയോ പുറത്താക്കുകയോ ആക്ഷൻ എടുക്കുകയോ മെമ്മോ അടിക്കുകയോ ഒക്കെ ചെയ്യും. എന്റെ സർവീസിൽ ആർക്കും മെമ്മോ അടിച്ചില്ല കേട്ടോ. ഞാൻ മാനേജ് ചെയ്യാൻ പറ്റി.
അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഇൻവിജിലേറ്റർ സ്ഥാനം ഞാൻ ഏറ്റെടുത്തു. ഹാളില് ഞാൻ നിന്നു, മിണ്ടാതെ അനങ്ങാതെ ഞാൻ അവിടെ തന്നെ നിന്നു. വാതിലിൽ നിന്ന് എല്ലാ കുട്ടികളെയും നോക്കി നിന്നു. അപ്പൊ കുട്ടികൾക്ക് 1 ഇഞ്ച് അവർക്ക് എഴുതാനോ അവർക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ്സിനകത്തേക്ക് കടന്നില്ല. കാരണം കുട്ടികൾ പേടിച്ച് പരീക്ഷ എഴുതാതിരുന്നാൽ ഇനി നെക്സ്റ്റ് എന്ത് സംഭവിക്കും? ടീച്ചർ സാറിനെ വഴക്ക് പറയുവോ, സാറിനെ പുറത്താക്കുവോ, ആക്രോശിക്കുവോ? ഇതൊക്കെ ആയിരിക്കും കുട്ടികളുടെ മനസ്സിൽ. അതുകൊണ്ട് ഞാൻ വാതിലിൽ മാത്രം നിന്ന് വളരെ സൗമ്യമായിട്ട് പുറത്തോട്ട് നോക്കി ഞാൻ അവിടെ നിന്നു. പക്ഷെ എനിക്ക് ശ്രദ്ധയുണ്ടായിരുന്നു, കുട്ടികൾ എഴുതുന്നുണ്ടോ എഴുതുന്നില്ലയോ, അവരുടെ മനോഗതികൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ പുറത്തൊക്കെ നോക്കി അന്തരീക്ഷം ഞാനൊന്ന് സ്മൂത്താക്കി. അപ്പോഴും അധ്യാപകൻ മയക്കത്തിലാണ്. മിണ്ടാതെ ഞാൻ നിന്നു. അപ്പൊ അവിടെ പക്ക സൈലൻസ്. കുട്ടികൾക്ക് പ്രൊസീഡ് ചെയ്യാനേ പറ്റുന്നില്ല. ഞാൻ അപ്പോഴും വാതിലിൽ തന്നെ നിന്നു. കുട്ടികളെ നോക്കിയല്ല, ഞാൻ പുറത്തോട്ട് നോക്കിയാണ് നിൽക്കുന്നതെങ്കിലും കടക്കണ്ണിലൂടെ ഞാൻ കാണുന്നുണ്ട് കുട്ടികൾ പരീക്ഷ എഴുതുന്നില്ല, അവര് സ്തബ്ധരായിട്ടിരിക്കുകയാണ്. കാരണം അവര് എക്സ്പെക്ട് ചെയ്യുകയാണ് ടീച്ചർ ഇത്ര സ്ട്രിക്റ്റ് ആണെന്നും ആക്ഷൻ എടുക്കുമെന്നും ഒക്കെ അവര് മനസ്സിലാക്കാനുള്ള സമയം ഇതിനോടകം എൻ്റെ കരിയർ അവിടെ ആയി, 1-2-3 മാസമൊക്കെ ആയി. അപ്പൊ തന്നെ അവർക്ക് മനസ്സിലായി ടീച്ചർ സ്ട്രിക്റ്റ് ആണ്, എല്ലാം ശ്രദ്ധിക്കുമെന്ന്. ക്യാമ്പസ് ആകെ മനസ്സിലായി. നമ്മൾ വിചാരിച്ച പോലെ ഫ്രീ അല്ല. എന്നാൽ ഞാൻ എല്ലാവരോടും സഹകരിക്കുകയും ചെയ്യും, കുട്ടികളോടെ അതുപോലെ തന്നെ. കുട്ടികളുടെ അടുത്തും പോവുകയും കുശലം ചോദിക്കുകയും അവരുടെ അടുത്ത് തന്നെ ഇരിക്കുകയും ഒക്കെ ചെയ്യും. അധ്യാപകരോടായാലും അങ്ങനെ തന്നെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. പക്ഷെ എനിക്കറിയാമായിരുന്നു ഞാൻ നല്ല സ്ട്രിക്റ്റ് ആണ്. ഈ സ്ട്രിക്ട്നെസ് എന്ന് പറയുന്നത് എൻ്റെ ഉൾഭയം കൊണ്ടാണ്. എന്തെങ്കിലും അഹിതം സംഭവിച്ചു പോയാൽ അതിന് ഉത്തരവാദിത്വം പറയേണ്ട ആള് ഞാൻ മാത്രമായിരിക്കും. വേറെ ആരും എന്നെ സപ്പോർട്ട് ചെയ്യാനോ കൂട്ടിനോ സഹായിക്കാനോ അന്ന് പാർട്ടിയോ അധ്യാപകരോ വിദ്യാർത്ഥികളോ ജീവനക്കാരോ നാട്ടുകാരോ ആരും കാണൂല, വീട്ടുകാരും കാണൂല. അതുകൊണ്ട് തന്നെ എനിക്കറിയായിരുന്നു ഞാൻ ഇതിൽ പെട്ടുപോകും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് വളരെ ഹെൽത്തി അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ എപ്പോഴും പരിശ്രമിച്ചു. അങ്ങനെ ഒരു 5 മിനിറ്റ് ഞാൻ ആ വാതിലിൽ നിന്ന്. അപ്പോഴേക്കും ഇദ്ദേഹം ഒന്ന് തിരിഞ്ഞു. ഈ ഉറങ്ങുന്ന അധ്യാപകൻ കസേരയിൽ ഒന്ന് വീഴാൻ പോകുന്ന പോലെ വന്ന അദ്ദേഹം ഒന്ന് അനങ്ങിയപ്പോ അങ്ങ് ഉണർന്നു. ഉണർന്നപ്പോ ഞാൻ നിൽക്കുന്ന കണ്ടു. ചാടി എണീറ്റു. അപ്പോഴും നിങ്ങൾ വിചാരിക്കില്ലേ ഞാൻ വഴക്ക് പറഞ്ഞൊന്നും? ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ കണ്ടതായിട്ട് ഭാവിച്ചില്ല. അദ്ദേഹം ചാടി എണീറ്റ് എന്നെ നോക്കി ആകെ സ്തബ്ധനായി പേടിച്ചരണ്ട് അവിടെ നിന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? പതുക്കെ കോറിഡോറിൽ ഇറങ്ങി അടുത്ത ക്ലാസ് ലക്ഷ്യമാക്കി ഞാനങ്ങ് പോയി. അത് പോരായിരുന്നു അദ്ദേഹത്തിന് കൊടുത്ത ശിക്ഷ. ഞാൻ അവിടെ നിന്നിട്ട്, അതായത് ഞാൻ കണ്ടു, അദ്ദേഹം ഉറങ്ങുന്നത് കണ്ടു എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി, തെറ്റാണെന്ന് മനസ്സിലായി, കുട്ടികൾക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പ്രതികരിച്ചില്ല. പക്ഷേ ഞാൻ പ്രതികരിച്ചെങ്കിൽ വേറെ ഇഷ്യൂസ് ആയെന്നെ. അതുകൊണ്ട് ഞാൻ പ്രതികരിച്ചില്ല. ഞാൻ സൈലന്റ് ആയിട്ട് എനിക്കത് വാച്ച് ചെയ്താൽ മതി, ആ സന്ദർഭം വീണ്ടെടുക്കണം. കുട്ടികളെ ചിലപ്പം 10 മിനിറ്റ് കോപ്പി ചെയ്ത് കാണുമായിരിക്കും. ഇൻവിജിലേറ്ററിന്റെ അഭാവത്തിൽ അവർ അത് ചെയ്തിട്ടുണ്ടാകാനാണ് ചാൻസ്. എന്നാലും എനിക്ക് അന്തരീക്ഷം വളരെ വഷളാകരുതെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് പതുക്കെ മുങ്ങി അടുത്ത ക്ലാസ്സിലേക്ക് പോയി. അങ്ങനെ ഞാനങ്ങ് പോയി. അധ്യാപകൻ പിന്നെ ചേംബറിലോട്ട് വന്നില്ല. അന്ന് ഞാൻ വിചാരിച്ച എൻ്റെ അടുത്ത് വരുമായിരിക്കുന്നു, വന്നില്ല. പക്ഷെ അടുത്ത ദിവസങ്ങളിലും വൈകിട്ടും ഒക്കെ അദ്ദേഹത്തെ ഞാൻ കണ്ടു. സൗമ്യമായിട്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് പെരുമാറി, കുശലങ്ങളൊക്കെ ചോദിച്ചു. ഈ വിഷയം സംസാരിച്ചതേയില്ല. അതായത് ക്ലാസ്സിൽ എന്തുകൊണ്ട് ഉറങ്ങിപ്പോയി, അതൊരു മാനുഷിക പ്രതിഭാസം, മനഃപൂർവ്വമല്ല. പക്ഷെ ഇനി ആ അധ്യാപകൻ തുടർന്ന് ക്ലാസ്സിൽ ഉറങ്ങൂല എന്ന് എനിക്ക് നല്ല ബോധ്യമായി. അത് കോളേജ് ആകെ അറിയുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ ടീച്ചർ ഒന്നും പറഞ്ഞില്ല. ആ ഒന്നും പറയാതിരുന്ന എൻ്റെ മനോഭാവം അല്ലെങ്കിൽ എൻ്റെ പെരുമാറ്റം അല്ലേ അവിടെ വിജയിച്ചത്. അതൊരു ഗുണപാഠമായിരുന്നു. അതേസമയം ഞാൻ അവിടെ പൊട്ടിത്തെറിക്കുകയോ ഒക്കെ ചെയ്തെങ്കിൽ കുട്ടികൾക്കും ടെൻഷനായനെ, അധ്യാപകർക്കും ടെൻഷനായനെ, പാർട്ടി ഇടപെട്ടനെ, ആകെ ഇഷ്യൂ ആയനെ.
അപ്പൊ നമ്മൾ സംയമനം പാലിക്കേണ്ടടുത്ത് നമ്മൾ സംയമനം പാലിക്കുക, വേണ്ട നടപടികൾ കൈക്കൊള്ളുക. നമ്മുടെ പെരുമാറ്റം, നമ്മൾ മാനേജിങ് അതോറിറ്റിയുടെ പെരുമാറ്റവും സാഹചര്യങ്ങൾ നന്നാവാനും വഷളാവാനും ഇടയാകുമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെയല്ലേ നിങ്ങളും മനസ്സിലാക്കിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണേ കമൻ്റായിട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.